ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടായി. ആണോ? ഞാൻ നെഗറ്റീവ് കമന്റ്സ് ഞാൻ കണ്ടില്ല. കുറെ കമന്റ്സ് ഉണ്ടായിരുന്നു. എനിക്കൊന്നും പറയാനില്ല. ഞാൻ ആരെ നോക്കി ചിരിച്ചു അപ്പൊ ഞാൻ കരയണമായിരുന്നു. ഞാൻ കരഞ്ഞാൽ എല്ലാരും പറയും എന്തിനാ കരയുന്നേ അല്ലേ? എന്താ ചെയ്യണ്ടേ? അല്ല ഞാൻ പറയട്ടെ, ഞാൻ എന്ത് ചെയ്യണമെന്ന് ഞാനല്ലേ തീരുമാനിക്കുന്നത്. എനിക്ക് ഇഷ്ടമുള്ളപ്പോ ഞാൻ ചിരിക്കും, ഇഷ്ടമുള്ളപ്പോ ഞാൻ കരയും. അതൊക്കെ എന്റെ ഫീലിങ്സ് ആണ്. അതെന്തിനാ മറ്റുള്ളവരെന്തിനാ അത് ചോദ്യം ചെയ്യണേ? അത്രയേ ഉള്ളൂ. അനുമോൾ എവിടെ പോയാലും കുറച്ച് പേർക്ക് ചില ചോദ്യങ്ങളുണ്ട്. അനുമോൾ എന്താ കരഞ്ഞേ, അനുമോൾ എന്താ ചിരിച്ചേന്ന്. ചിരിച്ചാലും പ്രശ്നം, കരഞ്ഞാലും പ്രശ്നം. ഇത്ര നാളെ കരഞ്ഞതാണ് കേട്ടോ വലിയ പ്രശ്നമായിരുന്നത്. ഇപ്പൊ ചിരിക്കുന്നതാണ് അത്ര പ്രശ്നം. ലാലേട്ടന്റെ അമ്മ മരിച്ചപ്പോ ആ സമയത്ത് അനുമോൾ പോയിട്ടുണ്ടായിരുന്നു. അലൻ ജോസ് പെരേരയും കൂടി എത്തിയിട്ടുണ്ടായിരുന്നു. ആളുടെ വരവും നിപ്പും നടപ്പും ഒക്കെ നമ്മൾ അന്ന് കണ്ടതാണ്. ആ ഒരു നടപ്പൊക്കെ കണ്ടാൽ സത്യം പറഞ്ഞാൽ ആരായാലും ചിരിച്ചു പോകും. മാക്സിമം ചിരി ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന അനുമോളെ നമ്മൾ കണ്ടതാണ് അല്ലെ. അനുമോള് തന്നെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഇങ്ങനെ പിടിച്ചു നിന്ന് ചിരിയൊക്കെ അടക്കി പിടിക്കാൻ. ഈ സത്യം പറഞ്ഞ ഇങ്ങനെ താറാവ് നടക്കുന്ന പോലെയുള്ള പെരേരയുടെ നടപ്പ് കണ്ടിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ചിരി വന്നു. അത് കഴിഞ്ഞിട്ടാണ് അനുമോൾ അവിടെ ചിരിക്കുന്നത്. ചിരിക്കുന്നതല്ല, ഭയങ്കരമായിട്ട് പൊട്ടി ചിരിക്കുന്നത് കേട്ടോ. ഇങ്ങനെ ആളിങ്ങനെ കൺട്രോൾ ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. അത്തരത്തിലുള്ള ചിരിയൊക്കെ ഞാൻ കണ്ടു. അനുമോൾ ചിരിച്ചത് ഭയങ്കര പ്രശ്നമായി. അതിന്റെ ഭയങ്കര സങ്കടത്തോടു കൂടി അലൻ ജോസിന്റെ ഫ്രണ്ടും കൂടി, ഒരു കാമുകിയാന്നൊക്കെ പറയുന്നു ഇപ്പോഴത്തെ, അതെന്തോ ആയിക്കോട്ടെ, ഫ്രണ്ടും കൂടി വന്നിട്ട് രണ്ടാളും കൂടി ഇങ്ങനെ ഭയങ്കരമായിട്ട് അനുമോളെ കുറ്റം പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അത് പ്രേക്ഷകർ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. കമന്റ് ബോക്സുകൾ മൊത്തം നിറഞ്ഞിരിക്കുകയായിരുന്നു. അനുമോൾ എന്താ ചിരിച്ചത്, അനുമോൾ എന്താ ചിരിച്ചതെന്ന്. അനുമോൾ കരഞ്ഞാൽ പറയും ഇത് ഇപ്പൊ നോക്കിയാലും കരച്ചിൽ, അതാ കരച്ചിൽ കാട്. ഇതെന്താ ഇപ്പൊ ചിരിക്കാടോ? ഇപ്പൊ പറയാണ് അനുമോൾ കരഞ്ഞത്, അനുമോൾ ചിരിച്ചത് അത്രയ്ക്ക് ശരിയായില്ല. ഇത് ആദ്യം ചൂണ്ടിക്കാട്ടിയത് പെരേര തന്നെയാണ്. പിന്നീടാണ് ഓരോരുത്തരും അത് ഏറ്റുപിടിച്ച് കമന്റിലൊക്കെ മൊത്തം അനുമോൾ ചിരിച്ചു എന്ന്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു ഫംഗ്ഷന്, ഹൗസ് വാമിംഗ് ഫംഗ്ഷന് പോയി കഴിഞ്ഞപ്പോഴാണ് അനുമോളോട് ചോദിക്കുന്ന എല്ലാവരും എന്താ അനുമോളെ ചിരിച്ചത്. അപ്പൊ അനുമോള് അതെന്താ എനിക്ക് ചിരിക്കാൻ പാടില്ലേ, ഞാൻ ചിരിച്ചാൽ എന്താ കുഴപ്പം, ഞാൻ ചിരിച്ചാണോ പ്രശ്നം, ഇത്രയും നാളെ ഞാൻ കരയുന്നതായിരുന്നല്ലോ നിങ്ങൾക്കൊക്കെ പ്രശ്നം, ഇപ്പൊ ഞാൻ ചിരിക്കുന്നതാണ് പ്രശ്നം. ഞാൻ ചിരിക്കും, എനിക്ക് ചിരിക്കാൻ തോന്നി ഞാൻ ചിരിക്കും, എനിക്ക് കരയാൻ തോന്നി ഞാൻ കരയും. അത് ആർക്കവിടെ പ്രശ്നം? മരണ വീട്ടിൽ എന്താ ചിരിക്കാൻ പാടില്ലേ? മരണ വീട്ടിൽ അകത്തിരുന്നുണ്ടല്ല അനുമോൾ ചിരിക്കുന്നത്. പുറത്തിറങ്ങി വീട്ടിലേക്ക് തിരിച്ചു പോകാൻ നിൽക്കുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു മല്ലിക സുകുമാരൻ വന്ന് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ആള് ഒരുപാട് മീഡിയാസ് കവർ ചെയ്തിരിക്കുകയായിരുന്നു. ആളോട് ആ തിരക്കൊക്കെ ഒഴിഞ്ഞതിന് ശേഷം അനുമോൾ പോയിട്ട് അമ്മയെ കണ്ട്, അവർ ഒരുമിച്ച് സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ടല്ലോ, അവ അമ്മയെ കണ്ട് വന്ന് സംസാരിച്ചതിന് ശേഷം മാത്രം തിരിച്ച് വീട്ടിലേക്ക് പോവാലോ എന്ന് കരുതി മാറി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ താരം എത്തുന്നത്. വേറെ ആരുമല്ല, അലൻ ജോസ് പെരേരയും കാമുകിയും കൂടി വരുന്നു. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് നല്ല സ്റ്റൈലൽ ലുക്കിലായിരുന്നു ആളുടെ ഫ്രണ്ട്. അലൻ ജോസ് ആണെങ്കിൽ മുണ്ടൊക്കെ കൊടുത്ത് ഭയങ്കര സീരിയസ് ഒക്കെ ആയിട്ട് വരുന്നുണ്ടായിരുന്നു. പക്ഷെ പുള്ളിക്കാരൻ എത്ര സീരിയസ് ആയിട്ട് വന്നാലും എത്ര എന്നായിട്ട് വന്നാലും ഒരു കോമഡി തന്നെ ഫീൽ ചെയ്യും. അതങ്ങനെയാണ്. ഇപ്പോഴത്തെ കരഞ്ഞോണ്ടൊക്കെ വരുന്നുണ്ട്, ഭയങ്കര കരച്ചിലൊക്കെയാണ് ആള്. ഞാനെല്ലാം നിർത്താണ്, എനിക്കിനി വയ്യ, ഞാൻ നിർത്താണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരഞ്ഞോണ്ട്. എനിക്ക് തോന്നുന്നു അതും അഭിനയമാണോ റിയൽ ആണോ എന്നറിയില്ല. അത് റിയൽ ആണെങ്കിൽ ഒരു പക്ഷേ ഇപ്പൊ പുള്ളിക്കാരൻ്റെ ആൽബത്തിലും ഷോർട്ട് ഫിലിംസിലൊക്കെ അഭിനയിക്കുന്ന അഭിനയം ഉണ്ടല്ലോ, ഒന്നുമല്ല, അതിലും ഗംഭീര അഭിനയമാണ്. നമുക്ക് ആ അഭിനയം കൂടി ഒന്ന് കണ്ടാലോ? പെരേര ഇപ്പൊ ഒരുപാട് റീക്രിയേഷൻസ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നുണ്ടല്ലോ, എന്താണ് താങ്കൾ ഇത്ര ഇമോഷണൽ ആയിട്ടിരിക്കുന്നത്? നമ്മുടെ ഒരു പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞത് ഈ റീക്രിയേഷനും വീഡിയോസും ഒന്നുമല്ല. പക്ഷെ നമ്മളൊരു ടൈം സ്പെൻഡ് ചെയ്യാനും പിന്നെ എന്റെ ഒരു പ്രൊഫഷൻ എന്ന് പറയുന്നത് സിനിമയും സീരിയലൊക്കെയാണ്. അപ്പൊ അതില് ചെയ്യുന്നത് കാരണം ഇത്ര ഇമോഷണൽ ആയിട്ട് നിൽക്കുന്നത് നമ്മൾ അതിൽ വർക്ക് കുറവായിട്ട് മാത്രമാണ്. കാരണം മീനൂസ് കിച്ചൺ സീരിയലും ബാഡ് ബോയ്സും കഴിഞ്ഞിട്ട് എനിക്ക് വർക്കില്ല. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് കല്യാണ പരിപാടികൾക്കൊക്കെ ഞാൻ പോയതും അവിടെ നിന്ന് കുറച്ച് പൈസ കിട്ടുന്നു. പക്ഷെ ഇപ്പൊ അതൊക്കെ ഒരുപാട് കോമിക്കായിട്ട് തോന്നി. പിന്നെ റീക്രിയേഷൻ വീഡിയോകൾ പിന്നെ വലിയ കുഴപ്പമില്ല, കാരണം ഒരു സിനിമകളുടെ സ്പൂഫ് നമ്മൾ ചെയ്യുകയല്ലേ. പിന്നെ ഷോർട്ട് ഫിലിമും ചെയ്യുന്നതും ഒക്കെ എൻ്റെ ഒരു കോൺഫിഡൻസ് കൂട്ടാൻ വേണ്ടിയാണ്. കാരണം നമുക്കൊരു ആക്ടിങ് സ്കൂളിൽ പോയി പഠിക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. കാരണം വീട്ടിലാരും അത്രയും പൈസ തന്നിട്ട് ഇതാക്കാൻ പറ്റില്ല. കാരണം നമുക്ക് കിട്ടുന്ന പൈസ കൂട്ടി വെച്ച് അത്രയും ലക്ഷങ്ങൾ വേണമല്ലോ, 1.5 ലക്ഷം 2 ലക്ഷം രൂപ. അപ്പൊ അത്രയൊക്കെ എമൗണ്ട് നമുക്ക് മറിക്കാനുള്ള ഒരു സാഹചര്യം ഇല്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്തായാലും ഇനിയെങ്കിലും എനിക്ക് സിനിമയിലും ആൾക്കിപ്പോൾ സിനിമയും സീരിയലൊന്നും ഇപ്പോൾ അധികം കിട്ടാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള വർക്കിനൊക്കെ പോകുന്നത്, ഓരോ ഫംഗ്ഷനൊക്കെ പോകുന്നത്. ഇപ്പോൾ ആ ഫംഗ്ഷനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ എല്ലാം കോമിക്കായിട്ട് തോന്നുന്നു. എല്ലാവരും കോമിക്കായിട്ടുള്ള ഒരു കോണ്ടന്റ് താങ്കൾ ഉണ്ടാക്കുന്നത് കൊണ്ടാണ് അവിടെ ഒരു കോമിക് ഫീൽ ചെയ്യുന്നത്. നമ്മളതെടുത്ത് റിയാക്ട് ചെയ്യുന്നതിന് ഇപ്പോൾ എല്ലാവരും കോമിക്കായിട്ട് തന്നെ ചിത്രീകരിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇച്ചിരി ഇമോഷൻ ഒന്ന് മാറ്റി പിടിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ എത്തിയിരിക്കുന്ന ആൾ. സീരിയലിൽ നല്ല എന്താ പറയാ വർക്ക് ചെയ്യാനുള്ള അവസരം, ഒരു
ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലെ ഒരു വേഷം എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിക്കുന്നു. കാരണം അതിൽ ആണ് ഞാൻ ആനന്ദം കണ്ടെത്തിയിരുന്നത് പണ്ട്. കാരണം ഈ ഫെയിം കാരണം എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത് ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കാനുള്ള ഒരു ഇതുപോലെയാണ്. കാരണം ഫ്രീ ആയിട്ട് നടക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായിരുന്ന ഒരു സ്പേസ്. പക്ഷെ അതിപ്പോ എനിക്കില്ല. പിന്നെ അതിനേക്കാളും കൂടുതൽ ചെറിയ സംഭവങ്ങളൊക്കെ സിനിമയിൽ ആഡാകുന്നുണ്ട്, അതൊക്കെ റിലീസാകാനും ഉണ്ട്. അപ്പോൾ അതിന്റെ കൂടെ ഇനി അടുത്ത പടം ഈ വർഷം 2026 സിനിമ വലിയ ആഗ്രഹമൊന്നുമില്ല കേട്ടോ ആൾക്ക്. ജൂനിയർ ആർട്ടിസ്റ്റിനെ പോലുള്ള ചെറിയ ചെറിയ റോളുകൾ കിട്ടിയാലും മതി, എനിക്ക് ഇനിയും കിട്ടണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതും നല്ല കാര്യം. വലിയ ഒരുപാട് എനിക്ക് നായകനാവണം എന്നൊന്നും പറയുന്നില്ല, പക്ഷെ അഭിനയം കുറച്ചും കൂടി ബെറ്റർ ആക്കിയാൽ മതി. ആളിപ്പോൾ അഭിനയിക്കുന്നുണ്ടല്ലോ, ആളുടെ ഷോർട്ട് ഫിലിമിലും ഈ പറയുന്ന സീരിയലിലൊക്കെ, സീരിയലൊന്നും ഞാൻ കണ്ടിട്ടില്ല, ആളുടെ ഷോർട്ട് ഫിലിമിലൊക്കെ അഭിനയിക്കുന്ന അഭിനയം ഉണ്ടല്ലോ, അതൊക്കെ കൂടെ മാറ്റിയിരുത്തിയത് ഇപ്പോൾ അഭിനയിക്കുന്ന അഭിനയമില്ലേ, കരഞ്ഞിട്ട് വിഷം ഒരാൾക്ക് ഇങ്ങനെ കണ്ണിന് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട് ആ ഒരു അഭിനയമില്ലേ, അതെടുത്താൽ മതി, ഉറപ്പായിട്ടും ചാൻസ് കിട്ടും. സീരിയലിൽ അഭിനയിക്കാനായിട്ട് എനിക്ക് ആഗ്രഹമുണ്ട്. കാരണം എനിക്കിപ്പോ ചെയ്യുന്നൊരു പ്ലാറ്റ്ഫോം വളരെ പക്ക കോമിക്കായിട്ട് തോന്നുന്നുണ്ട്. ഇപ്പൊ കല്യാണ വീടുകളിലാണ്, പിന്നെ സ്റ്റാൻഡേർഡിലുള്ള പ്രൊമോഷൻസ് ചെയ്യും. പക്ഷെ എങ്കിലും എനിക്ക് സിനിമയിലും സീരിയലിലും കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ആഗ്രഹം. ദേവി തന്നെ വിളിക്കും. ഇപ്പൊ പുള്ളിക്ക് ഇത്രയേ ഉള്ളൂ. ഇപ്പൊ കുറച്ച് കോമിക്കായിട്ടാണ് പുള്ളിക്കാരനെ എല്ലാവരും കാണുന്നത്. പുള്ളിക്കാരന്റെ ആക്ഷൻസും നടപ്പും ഇരിപ്പും ഒക്കെ അങ്ങനെ ആയതുകൊണ്ടാണ് പുള്ളി അങ്ങനെ സോഷ്യൽ മീഡിയയിലെ ചിത്രീകരണം, പുള്ളി തന്നെയാണ് അങ്ങനെ ഒരു കോണ്ടന്റ്, അങ്ങനെ ഒരു തീം ഉണ്ടാക്കിയത്. ഇപ്പൊ അത് അങ്ങോട്ട് മൊത്തത്തിൽ അങ്ങോട്ട് വൈറലായി കഴിഞ്ഞപ്പോൾ പറയാണ്, മാത്രമല്ല പുള്ളിയുടെ ഡിമാൻഡ് ഇത്തിരി താന്നു, 6 ഇച്ചിരി കയറിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒന്ന് പിടിച്ചു കയറാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് മാറ്റി പിടിക്കണമല്ലോ, കോമിക്ക് വേണ്ട എന്ന് കരുതിയിട്ട് ആളിപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഈ കോമിക്കായിട്ടുള്ള പുള്ളിയുടെ സ്വഭാവം എന്ന് പറയുന്നത് പുള്ളി അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. പുള്ളിക്ക് അങ്ങനത്തെ ഒരു തീം വേണം എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി മനഃപൂർവ്വം ഉണ്ടാക്കിയെടുത്തിട്ടാണ് സോഷ്യൽ മീഡിയയിൽ വരുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ടുള്ളവർ, ഇപ്പോൾ മരണ വീട്ടിലായിക്കോട്ടെ വേറെ ഏതെങ്കിലും സ്ഥലത്തായിക്കോട്ടെ, ഇതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയി ഇവരെ ഈ കഥാപാത്രത്തെ നമ്മൾ നേരിട്ട് കാണുമ്പോൾ, അല്ലെങ്കിൽ അതേപോലെയുള്ള നടപ്പും ഇരിപ്പും ഒക്കെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കും ചെറുതായിട്ടൊരു ചിരി വരും. അങ്ങനെ നമ്മൾ ചിരിച്ചു പോയതായിരിക്കും. അങ്ങനെ ചിരിച്ച അനുമോളോട് ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളാണ് അനുമോൾക്കെതിരെ വന്നത്. അനുമോൾ ചിരിച്ചു എന്ന്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ വീഡിയോ കണ്ടാൽ നിങ്ങളായാലും ചിരിക്കൂലേ? വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു നോക്കൂ. പുള്ളിക്കാരൻ എത്രയൊക്കെ സീരിയസ് ആയിട്ടും അല്ലെങ്കിൽ എത്രയൊക്കെ മാന്യം കളിച്ചു പോയാലും ഇവിടെയൊക്കെയോ ഒരു കള്ളത്തരം ഉണ്ടാവും. ഒരു കള്ളത്തരം ആ ഫേസിൽ ഉണ്ടാകും. അത് നമ്മൾ എന്താ പറയുക, ഒരു പുള്ളിയുടെ ഒരു സിഗ്നേച്ചർ പോലെ ആയിപ്പോയി. എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും പെരേര വിഷമിക്കേണ്ട. ഇപ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണെങ്കിൽ അധികം വിഷമിക്കേണ്ട. 2026 നിങ്ങളുടെ വർഷമായിരിക്കട്ടെ. മീറ്റ് ബിറിയുടെ ഹൗസ് വാമിങ്ങിന് പോയപ്പോഴാണ് അനുമോളോട് ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ചത്. സാധാരണ ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അനുമോളും ഷിയാസ് കരീമും ഒരുമിച്ചല്ലേ പോവാറ്. ഇത് അനുമോൾ നേരത്തെ എത്തി, ഷിയാസ് കരീം കുറച്ച് ലേറ്റായിട്ട് രാത്രിയാണ് എത്തിയത്. അത് ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനൊക്കെ ഉള്ളതുകൊണ്ടായിരിക്കാം. എങ്കിൽ പോലും അവർ ഉടക്കി പിരിഞ്ഞോ എന്നുള്ളൊരു പൊതുവെ ഒരു അടക്ക സംസാരമുണ്ട്. അവർ ഉടക്കി പിരിയാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുന്നവരൊക്കെ ഉണ്ടാവുമായിരിക്കാം. രണ്ടുപേർക്കും പലതരത്തിലുള്ള ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അങ്ങനെ ഷിയാസിന് തിരക്കുള്ളതുകൊണ്ടായിരിക്കാം രാത്രി എത്തിയത്. അപ്പോൾ അവരെന്താണ് ഒരുമിച്ച് വരാത്ത അനുമോള് ഷിയാസിനെയും ഒഴിവാക്കിയോ എന്താണ് എന്നുള്ളൊരു ചർച്ചയൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ആരും വിഷമിക്കേണ്ട. അനുമോള് ഷിയാസ് കരീമായിട്ട് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ല. എന്തെങ്കിലുമൊക്കെ പറയണ്ടേ എന്ന് കരുതി പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഷിയാസിന്റെ ഡ്രസ്സിനെ വരെ കുറ്റം പറയുന്നവരുണ്ട്. ഈ ഡ്രസ്സിനെ പറയുന്നത് പുലിയുടെ തോലെടുത്ത് വന്നപ്പോൾ കുറച്ച് ലേറ്റായി പോയതാണോ, ബെഡ്ഷീറ്റ് എടുത്ത് വന്നതാണോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരുന്നു. ഒരു ഫംഗ്ഷന് തന്നെ രണ്ടുപേരും രണ്ടായിട്ട് വന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ്. ഇങ്ങനെ മറ്റുള്ളവർ ഒന്നിച്ച് നല്ല സഹകരിച്ച് പോകുന്നത് കാണുന്നതിനേക്കാളും കൂടുതൽ ഇഷ്ടം ഇതുപോലെ ഉടക്കി പിരിഞ്ഞോ ഒരു ദിവസമെങ്കിലും ഒരുമിച്ച് എപ്പോഴും പരിപാടിക്ക് പോകുന്നവർ എല്ലപ്പോഴും ഒന്ന് ഒറ്റയ്ക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തോ അവർക്കിടയിൽ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളിങ്ങനെ പറഞ്ഞ് സംഭവിപ്പിക്കേണ്ട. ഇപ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ ആയിട്ട് കാണാത്തവരേക്ക് എല്ലാവർക്കും